സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. വാർദ്ധക്യത്തിന്റെ നിറവിലും തനിക്ക് ഒരു പുത്രനെ നൽകുവാൻ ദൈവത്തിന് സാധ്യമാകും എന്ന് അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം. എരിയുന്ന തീയിലും ദൈവത്തിൻ്റെ സ്നേഹകുളിർമ ഉണ്ടാകുമെന്ന് ഹാനനിയ മുതലായ യുവാക്കളുടെ വിശ്വാസം. സിംഹത്തിൻ്റെ ശൗര്യത്തിനേക്കാൾ തീഷ്ണവാനായ ദൈവത്തെക്കുറിച്ചുള്ള ദാനിയേലിന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് ഇവിടെ ഈ കനാന്യ സ്ത്രീയിലും കാണുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൽ തൻ്റെ സൃഷ്ടാവിനല്ലാതെ സൃഷ്ടിയെ കരുതുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ വിശ്വാസം ഏറ്റവും വലിയതെന്ന് കർത്താവ് കണ്ടു. ഒരുപക്ഷെ ഇസ്രായേൽ മക്കളിൽ കണ്ടെത്തുവാൻ സാധ്യമാകാതെ പോയ ദൃഢവിശ്വാസമാണ് കനാന്യ സ്ത്രീയിൽ നാഥന് കാണുവാൻ സംഗതിയായത്. വളരെയധികം അപഹസിക്കപ്പെട്ടവൾ, ദൈവജനമെന്ന് വേർതിരിക്കപ്പെട്ടവരിൽ നിന്നും ഏറെ അകലത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടവൾ, മാനസിക രോഗം പേറുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാകേണ്ടി വന്നതിനാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവൾ, തൻ്റെ ജീവനായ മകൾക്ക് രോഗബാധയുണ്ടായപ്പോൾ ഹൃദയം തകർന്നു പോയ ഒരമ്മ. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വേദനയേൽക്കേണ്ടി വന്ന ആ സ്ത്രീ തനിക്ക് ആശ്രയമായ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് തമ്പുരാന്റെ അടുക്കൽ ഓടിയെത്തുന്നു. ദൈവത്തിലുള്ള തൻ്റെ ദൃഢവിശ്വാസം മൂലം മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു. ഇന്നും സമൂഹത്തിൽ നിന്ന് പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ തേടിപ്പിടിച്ച് അവർക്ക് അല്പം ആശ്വാസം, അല്പം സ്വാതന്ത്ര്യം നൽകുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, തൻ്റെ ജീവനായ മകളുടെ സൗഖ്യത്തിനു വേണ്ടി അപഹാസമേറ്റവൾ, ഒറ്റപ്പെട്ടവൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ തൻ്റെ ദൈവത്തിലുള്ള ദൃഢവിശ്വാസത്താൽ മകൾക്ക് സൗഖ്യം നേടാൻ സാധിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും ഒറ്റപ്പെടൽ, അപഹാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ അവിടുന്ന് അനാഥനായി തള്ളിക്കളയാതെ ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. ആമീൻ.